A very warm good evening to all of my auspicious audience. പാപമോചനത്തിനായി ക്രൂശുമരണം പ്രാപിച്ച യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാളാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ ഈ വേദനകളും യാതനകളും അനുഭവിച്ചത്? ജനം അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, അവനെ കൈകളിലും കാലുകളിലും ആണി തറച്ച് ക്രൂശിച്ചു. ഈ നിന്ദയിലും വേദനയിലുമെല്ലാം അവൻ പകരം തന്നതോ സ്നേഹം മാത്രമായിരുന്നു. മൂന്നാം ദിവസം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവപുത്രൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതിനും അവനിൽ നമ്മൾ വിശ്വസിക്കേണ്ടതിനും വേണ്ടി ഇങ്ങനെ സംഭവിച്ചു. Easter is a symbol of God's profound love for mankind. It has brought about a new hope to this world torn apart by greed, disaster and tragedy. യേശുവിൻ്റെ വരവിന് മുൻപ് 2000 വർഷങ്ങൾക്ക് മുൻപ് പാപികൾക്ക് മോചനമില്ലായിരുന്നു. അവരെ സമൂഹം കല്ലെറിഞ്ഞും ക്രൂശിച്ചും വളരെ ക്രൂരമായി മർദ്ദിച്ചും ശിക്ഷിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ വരവിനോടുകൂടി അവൻ നമ്മളെ പഠിപ്പിക്കുന്നത് നീ പാപിയെ അല്ല പാപത്തെയാണ് വെറുക്കേണ്ടത് എന്നാണ്. ക്രൂശുമരണം പ്രാപിക്കുന്ന ആ സമയത്തും ആ വേദനയിലും അവൻ പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക കൊണ്ട് ഇവരോട് പൊറുക്കേണമേ എന്നാണ്. പാപിയായ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചൊരിഞ്ഞ രക്തം, അർഹതയില്ലാത്ത എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ തന്ന സമാധാനവും സന്തോഷവും. The message of the cross was very clear. It was that of reconciliation and forgiveness. അനുതപിക്കുന്ന പാപിക്ക് അവൻ forgiveness സമ്മാനിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് എനിക്കും നിങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും കഴിഞ്ഞില്ലെങ്കിൽ ഈ ക്രൂശിൽ കണ്ട സ്നേഹം വ്യർത്ഥമായി പോകുന്നു. തങ്ങളെ സ്നേഹിക്കുന്നവരെ ആർക്കും സ്നേഹിക്കാം, എന്നാൽ അവൻ നമ്മളെ പഠിപ്പിക്കുന്നത് നീ നിന്റെ ശത്രുക്കളെയും സ്നേഹിക്കുക എന്നാണ്. ഇന്ന് ഈ വലിയ പ്രിൻസിപ്പിൾസ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമുക്ക് കാരണമായി തീരാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ കണ്ണുനീരിന് ഒരിക്കലും നമ്മൾ കാരണമായി തീരരുത് എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിൽ വേണം. ഈസ്റ്റർ മെസ്സേജിലൂടെ ഈ ലോകത്ത് ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. an eye for an eye, a tooth for a tooth, ഇതെല്ലാം പിൽക്കാലത്തെ കാര്യങ്ങളായി തീർന്നിരിക്കുകയാണ്. ഇന്ന് ഈ പുതിയ സ്നേഹത്തിൻ്റെയും a message that of unconditional love and forgiveness, let us carry that forward in our hearts to our homes. Thank you.